ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാർക്കറ്റിൽ വരാൻ പോകുന്ന വമ്പിച്ച ക്രാഷിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും ഭയാശങ്കകൾ നിറഞ്ഞ കുറേ വാർത്തകളുമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ വമ്പിച്ചൊരു ക്രാഷ് വരാൻ പോകുന്നുവെന്നും സെബി തന്നെ നേരിട്ട് വന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ പല സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും കഴിഞ്ഞ കുറേ മാസങ്ങളായി നമുക്കറിയാം വമ്പിച്ച റാലിയാണ് അതിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ വാല്യുവേഷനിലാണ് പല സ്റ്റോക്കുകളും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബബിൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ അനിവാര്യമായ ഒരു തകർച്ച ഇത്തരം സ്റ്റോക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലുള്ള സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ഗ്രോത്ത് നോക്കിയാൽ തന്നെ ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ടും ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടും അതിൻ്റെ ഗ്രോത്ത് നമ്മൾ നോക്കുക. ക്വാണ്ട് കഴിഞ്ഞ ഒരു വർഷം നൽകിയിട്ടുള്ള റിട്ടേൺ 66%. നിപ്പോൺ ആണെങ്കിൽ 58% റിട്ടേണാണ് നൽകിയിട്ടുള്ളത്. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി 50യുടെ റിട്ടേൺ വെറും 28%. അപ്പോൾ ഈ നിഫ്റ്റിയെ വലിയ തോതിൽ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു റിട്ടേണാണ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇതൊരു അബ്നോർമൽ റിട്ടേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് താഴോട്ടേക്ക് വരേണ്ടത് ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ 6 മാസത്തെ റിട്ടേൺ നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. മെല്ലെ മെല്ലെ ഈ സ്മോൾ ക്യാപ്പിലുള്ള ഒരു വളർച്ച കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും. കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങിയതായി കാണാൻ കഴിയും. നിഫ്റ്റിയോട് അടുത്ത് വരാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഒരു മാസത്തെ റിട്ടേൺ നിഫ്റ്റിക്ക് താഴെ പോയതായി കാണാം. ഇപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾക്ക് നിഫ്റ്റിയെ ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്മോൾ ക്യാപ്സ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തകർച്ച ഇങ്ങനെ നടക്കുമ്പോഴും ചില സ്റ്റോക്കുകൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില സ്റ്റോക്കുകളിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു ജമ്പ് കാണിച്ച ഒരു സ്റ്റോക്കാണ് ITC. നമുക്കറിയാം, ഒരു കാലത്ത് ഈ സ്റ്റോക്കിനെ 200 രൂപ നോട്ടിനോട് ആണ് പൊതുവെ എല്ലാവരും ഉപമിച്ചിരുന്നത്. കോവിഡിന് ശേഷം ഉണ്ടായ റാലിയിൽ വലിയ ചലനമില്ലാതെ കുറേ കാലം 200 രൂപ റേഞ്ചിൽ അനങ്ങാതെ കിടന്നതുകൊണ്ടാണ് അതിനെ അത്തരത്തിൽ ട്രോളാൻ തുടങ്ങിയത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. 2022 സ്റ്റോക്ക് മെല്ലെ മെല്ലെ ചലിക്കാൻ തുടങ്ങി. സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ 500 വരെ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഇടക്കാണ് ഈ സ്റ്റോക്കിൽ അതിൻ്റെ ഹോട്ടൽ ബിസിനസ്സിനെ ഡീമേജ് ചെയ്യാനുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അത് സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചിരുന്നു. അതായത് സിഗരറ്റ് ബിസിനസ്സും മറ്റ് ബിസിനസ്സുകളുമായി ഡീമേജ് ചെയ്യണമെന്നും അതുവഴി വാല്യൂ അൺലോക്കിംഗ് ഈ സ്റ്റോക്കിൽ സംഭവിക്കുമെന്നും ITCക്ക് ഈ ഒരു വാല്യുവേഷനൊന്നും പോരാ. കാരണം FMCG സെക്ടറിലുള്ള പല കമ്പനികളും ഹയർ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ ITC ചെറിയൊരു വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ അൺലോക്കിംഗ് ഇതിൽ നടക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് ഡീമേജ് ചെയ്യണമെന്നും ഇൻവെസ്റ്റേഴ്സ് വർഷങ്ങളെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഡീമേജ് ചെയ്യാനുള്ള തീരുമാനം സ്വാഭാവികമായിട്ട് ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അത് ഈ ഒരു നീക്കത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടുവെപ്പാണ് എന്നാണ് കസ്റ്റമേഴ്സ് കരുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ആ സമയത്തൊക്കെ ഉണ്ടായത്. എന്നാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ചെറിയൊരു വാർത്ത വന്നു. ആ വാർത്ത എന്ന് പറയുന്നത് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഫേം അവരുടെ സ്റ്റേക്ക് വിൽക്കാൻ പോവുകയാണ് എന്നൊരു വാർത്തയായിരുന്നു അത്. ഈ വാർത്ത വലിയ തോതിലുള്ള ഒരു പാനിക്ക് ഈ സ്റ്റോക്കിൽ ITCയിൽ ഉണ്ടാക്കിയിരുന്നു. അത് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സ്റ്റോക്ക് സൈഡ് വേസ് ആയിരുന്നു. ഇതിൻ്റെ മൂവ് അത് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയും ചെയ്തിരുന്നു. 400 രൂപ റേഞ്ചിലേക്ക് സ്റ്റോക്ക് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ITCയുടെ ഇൻവെസ്റ്റർമാരിൽ ഒരു പ്രധാനപ്പെട്ട ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് BAT അഥവാ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ കമ്പനി. ഇവർക്ക് 29% ഹോൾഡിംഗ് ആണ് ITCയിലുള്ളത്. അതിൽ നിന്നും 3.5% സ്റ്റേക്ക് മാത്രമാണ് ഇപ്പോൾ അവർ വിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന ഒരു ബ്ലോക്ക് ഡീലിലൂടെ ഈ കമ്പനി അവരുടെ 3.5 സ്റ്റേക്ക് വിറ്റിരിക്കുകയാണ്. 384-400 രൂപ റേഞ്ച് വിലയിലാണ് അവരിത് വിറ്റിരിക്കുന്നത്. ഈ ബ്ലോക്ക് ഡീലിലൂടെ 16,775 കോടി രൂപയാണ് ഈ ബാറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കമ്പനി യഥാർത്ഥത്തിൽ ഡൺഹിൽ അതേപോലെ ലക്കി സ്ട്രൈറ്റ് പോലെയുള്ള സിഗരറ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി അവരുടെ ഡെപ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടും അതുകൂടാതെ അവരുടെ കമ്പനിയിലെ ഒരു ഷെയർ ബൈബേക്കുമായി ബന്ധപ്പെട്ടും
പണം ആവശ്യമായി വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ITCയിലുള്ള സ്റ്റേക്ക് ചെറിയ തോതിൽ വിറ്റത്. അപ്പോൾ എന്ന് കരുതി ITCയിൽ നിന്നും അവർ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ലായിരുന്നു. പക്ഷേ വാർത്ത പരന്നത് ആ രീതിയിലായിരുന്നു. അപ്പോൾ ഇപ്പോഴും 25.5% സ്റ്റേക്ക് അവർക്ക് ITCയിലുണ്ട്. അപ്പോൾ ഈ ഒരു സെയിൽ ബ്ലോക്ക് ഡീൽ ഇന്ന് നടന്നത് കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ITCയെ ചുറ്റിപ്പറ്റി കുറേ ദിവസമായി നിലനിന്ന അനിശ്ചിതത്വം അവസാനിക്കുകയും അങ്ങനെ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവുകയും അത് സ്റ്റോക്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ 400 രൂപ എന്ന് പറയുന്ന ഒരു റേഞ്ച്, അല്ലെങ്കിൽ 384 to 400 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ അത് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബോട്ടം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലെവലാണെന്ന് ഇൻവെസ്റ്റേഴ്സ് ഇതിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അതിൽ താഴെ ഈ സ്റ്റോക്ക് അത്ര പെട്ടെന്ന് പോയില്ല എന്നൊരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിനുണ്ടായി. അപ്പോൾ പല ബ്രോക്കറേജ് ഹൗസുകളും അതുകൊണ്ട് തന്നെ അവരുടെ ടാർഗറ്റ് റിവൈസ് ചെയ്ത് ഇതിനെ വീണ്ടും 500-ലേക്കൊക്കെ തിരിച്ചു പോകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ്നെസ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇന്ന് നല്ല രീതിയിൽ 8% വരെ അപ്വേർഡ് മൂവ്മെൻറ്റ് ഒരു ഘട്ടത്തിൽ ഇത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ITC തീർച്ചയായും വരും ദിവസങ്ങളിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഇൻ്റലക്ട് ഡിസൈൻ അരീന ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഫൈനാൻഷ്യൽ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയാണിത്. ഈ കമ്പനിയുടെ പിയേഴ്സുമായിട്ട് നമ്മൾ ഈ സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവും. കഴിഞ്ഞ ഒരാഴ്ചയുടെ ഒരു ടൈം ഫ്രെയിം എടുത്താലും, അതല്ല ഒരു മാസത്തെ ടൈം ഫ്രെയിം എടുത്താലും, ഇനി ഒരു വർഷത്തെ ടൈം ഫ്രെയിം എടുത്താലും ഈ സ്റ്റോക്കിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മൂവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റ് സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് നെഗറ്റീവ് റിട്ടേൺ കാണാൻ കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് റിട്ടേൺ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലും IT സെഗ്മെൻറ്റിലൊക്കെ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ഈ സ്റ്റോക്ക് മാത്രം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 15,595 കോടിയുള്ള ഒരു മിഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 1,140 ഇതിൻ്റെ ഹൈ പോയിട്ടുള്ളത് 1,191 വരെയാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 46% അതുപോലെ 5 years മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 31. ഇൻഡസ്ട്രി PE 32. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്റ്റോക്ക് ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷനിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മീഡിയം PEയേക്കാളും ഇൻഡസ്ട്രി PEയേക്കാളും മുകളിലാണ്. എന്നാൽ PG റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് 0.95 മാത്രമാണ്. അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്കിൽ അതിൻ്റെ ഈ പറയുന്ന വാല്യുവേഷൻ അതിൻ്റെ ഗ്രോത്തുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അത് ന്യായീകരിക്കപ്പെടാവുന്ന ഒരു വാല്യുവേഷനാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടാണ് സ്റ്റോക്ക് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ROC 18.8 ROE 13.8 എന്നുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ROCയും ROE ആണ് കാണാൻ കഴിയുന്നത്. സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 18%, പ്രോഫിറ്റ് ഗ്രോത്ത് 24% കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.02 ആണ്. ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണെന്ന് പറയാം. അതുപോലെ പ്രൊമോട്ടേഴ്സ് അവരുടെ യാതൊരു സ്റ്റോക്കും പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്റ്റോക്ക് വളരെ ശക്തമാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 30% എന്നുള്ള ഒരു ആവറേജ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 25% ഹോൾഡിങ്ങും അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏകദേശം 4% ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിലുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ അതിൽ 16% ഒരു സെയിൽസ് ഗ്രോത്തും അതുപോലെ ഒരു 35% പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും അതിൻ്റെ ബിസിനസ് ഗ്രോത്ത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും പഠന വിധേയമാക്കേണ്ട മറ്റൊരു സ്റ്റോക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.